ശരിക്കും ബാറ്റൺ ബോസ് എന്നുള്ള പേര് ആരായിട്ടത്? അത് ഞാൻ തന്നെ ഇട്ടതാ. എങ്ങനെയാ ആ പേര് കിട്ടിയത്? KM ചാക്കോ എന്ന് പറഞ്ഞ പേരിൽ എഴുതിയാൽ ഇതാരും വായിക്കലെന്ന് എനിക്ക് തോന്നി. ഞാൻ പോലും മേടിക്കലായിരുന്നു. ഏത് പ്രായത്തിലാണ് ആദ്യത്തെ നോവൽ എഴുതുന്നത്? ഒരു 13ാമത്തെ വയസ്സിൽ ഞാൻ അടിമാലി SNDP ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് കണ്ടിട്ടൊരു ഇംഗ്ലീഷ് നോവലിൻ്റെ ട്രാൻസ്ലേഷൻ പോലെ തോന്നുന്നു, ഇത് ശരിയാണോ, നിങ്ങൾക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഞാൻ പോയി പറഞ്ഞു. എനിക്കിതൊന്നും അറിയാമല്ലോ, ഇംഗ്ലീഷൊന്നും വായിക്കാനൊന്നും അറിയാമല്ലോ. അല്ല, അത് പിന്നെ പബ്ലിഷ് ചെയ്യുകയായിരുന്നു. പബ്ലിഷ് ചെയ്യാൻ അതിന് പ്രതിഫലം എന്ത് കിട്ടിയെന്ന്? ഒന്നും തന്നില്ല. മരപ്പണി പഠിച്ചെന്നാലും ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് ഈ മരപ്പണി പഠിച്ച് അത് കുറെ ജോലി ചെയ്തോ? അങ്ങനെ ജോലി ചെയ്തു. ഞാൻ എഴുതുന്ന സമയത്ത് ഇത് ചെയ്യുന്നുണ്ട്. ഒരു പയ്യൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും, ഞാൻ ചുമ്മാ നോക്കി. അത് എൻ്റെ ആപ്റ്റഡത്ത് എന്ന് പറഞ്ഞ പുസ്തകമായിരുന്നു. പുള്ളിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് നോവല് എന്ന് ചോദിച്ചു. നല്ല നോവലാണ്, പക്ഷെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, സയൻസൊക്കെയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനാ എഴുതിയത് കേട്ടോ. പുള്ളി എന്നെ അടിമൊളി ഒന്ന് നോക്കി, ഒന്ന് പോടാ പോയി. പിന്നെ ഞാൻ അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് കരുതി വേറൊരു ചോദ്യം മറുപടി പറയണ്ടല്ലോ എന്ന് കരുതി പിന്നെ അവിടെ നിന്ന് പോരുക. ബാറ്റൺ ബോസ് ഒരു തലമുറയെ ആവേശം കൊള്ളിച്ച ഒരു എഴുത്തുകാരൻ്റെ പേരാണ്. പഴയൊരു തലമുറ ആ പേരിലുള്ള നോവലുകൾ വരാൻ വേണ്ടി കാത്തിരുന്ന ദിനങ്ങളുണ്ട്. ആ ബാറ്റൺ ബോസാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തിൻ്റെ കഥകൾ തുടരുകയാണ്. താങ്കൾ എഴുതിയ നോവലുകളിൽ ഏറ്റവും ഹിറ്റായി മാറിയ നോവൽ ഏതായിരുന്നു? ഹിറ്റായി പോയ നോവല് മംഗളത്തിൽ വന്ന വാറണ്ടാണ്. ഞാൻ ആദ്യം വാറണ്ട് എഴുതിയത്. അതിന് ചോരയ്ക്ക് നിറം ചുവപ്പ് എന്ന് പറഞ്ഞ നോവൽ ആ കാലത്ത് ഏറ്റവും കൂടുതൽ കോപ്പികൾ കൂടിയ ആളുകൾ ഇങ്ങനെ വരാൻ വേണ്ടി നോക്കിയിരിക്കുന്നു ഒക്കെ ചെയ്ത് ഒപ്പം എന്നെ വളർത്തുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ മനോരമയിൽ നോവൽ എഴുതുന്നത്. മനോരമയിൽ എഴുതിയ നോവലാണ് റേഞ്ചർ. റേഞ്ചർ വലിയ ഹിറ്റായിരുന്നു. ശരി. ഈ റേഞ്ചറാണോ പിന്നീട് സിനിമയായി മാറിയത്? റേഞ്ചർ അത് പിന്നെ തമിഴില് ക്യാപ്റ്റൻ പ്രഭാകർ എന്ന പേരിൽ ആയി. ഓ ശരി. അത് വലിയ ഹിറ്റായിരുന്നില്ലേ? തമിഴില് വലിയ ഹിറ്റായിരുന്നു. അതിന് പ്രതിഫലം എന്ത് കിട്ടിയെന്ന്? അത് ഞാൻ അറിഞ്ഞു പോലില്ല. ഞാൻ സിനിമ ഉണ്ടോന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് അതിന്റെ റേറ്റ് ഒന്നും കിട്ടിയിട്ടൊന്നും. ഓ ശരി. അതെ. അതിന് പിന്നെ കേസൊക്കെ നടത്താമായിരുന്നില്ലേ? ഇതിനോടൊന്നും നമ്മൾ കേസ് വെച്ചാലും അത് അവർ തന്നെ പറയും ഞങ്ങൾ വീരപ്പൻ്റെ കഥ എടുത്താന്ന് പറയും. അല്ല, ക്യാപ്റ്റൻ പ്രഭാകർ അക്കാലത്ത് വലിയ ഹിറ്റായ ഒരു സിനിമ. വലിയ ഹിറ്റാണ് സിനിമ. നമുക്കത് വേണമെങ്കിൽ ചെയ്യുമായിരിക്കും. എനിക്ക് ഞങ്ങൾ ചെയ്തിട്ടില്ല, അതിനുള്ളൊരു ശ്രമം നടത്തിയില്ല. അല്ല, നമുക്ക് ക്രെഡിറ്റ് പോലും തന്നില്ലല്ലോ, ഒന്നും തന്നില്ല. അപ്പം അവർ ഞാൻ പിന്നെ അന്വേഷിച്ച് പറഞ്ഞു, ഇതിനോട് നമ്മൾ മത്സരിക്കാൻ പോയത് ഒരു കേസ് വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഈ പ്രതിഫലം തീരെ കുറവായിരുന്ന കാലത്ത് പല വാരികൾക്ക് വേണ്ടി ഒരേ സമയം എഴുതുമായിരുന്നു എന്ന് പറഞ്ഞു. ഒരേ സമയം നമ്മൾ 7 വീക്കിലികൾക്ക് നോവൽ എഴുതുമായിരുന്നു. അതായത് ദിവസത്തിൽ ഒരു നോവൽ വെച്ച് ഓരോരുത്തർക്ക് എഴുതേണ്ടി വരും അല്ലേ? അതെ അതെ. സാറില്ല, ഒരു ദിവസം ഞാൻ 3 അധ്യായം വരെയൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ശരി. ഈ കഥാപാത്രങ്ങളൊക്കെ മാറിപ്പോയില്ലേ? റയറായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാനെല്ലാം ഒരു നോവൽ എടുത്തിട്ട് നോട്ട് എഴുതി വെക്കും, ഓരോ അധ്യായവും ഓരോ കഥയ്ക്കിടെ. ഒരു വൺ ലൈൻ പോലെ ഓരോന്നിട്ട് നോട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ടോട്ടൽ ക്യാരക്ടർ. അപ്പോൾ നമ്മളത് വായിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എഴുതി പോകുമ്പോൾ തന്നെ സ്പീഡിൽ എഴുതുന്നതുകൊണ്ട് ചിലപ്പോൾ മാറിപ്പോകും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നായകനും നായികയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല നോവലല്ല, ഒരെണ്ണത്തിൽ ഒരു ക്യാരക്ടർ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ ചില ശ്രദ്ധയുള്ള ആളാണ് പ്രൂഫ് വായിക്കുന്ന ആൾക്കാർ തിരിച്ചെടുക്കാനാണ് പറ്റും. ഇത് തിരിച്ചെടുത്തോ അതോ പബ്ലിഷ് ചെയ്ത് പോയോ? ഒരെണ്ണത്തിൽ വന്നു. ശ്രദ്ധിച്ചില്ല. അത് എൻ്റെ ആദ്യത്തെ ഇത് നോവലിനകത്താണ്, മറ്റേ മംഗളത്തിൽ എഴുതിയ നോവലിനകത്തായിരുന്നു അത് ക്യാരക്ടർ. വായനക്കാരൊന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു, പക്ഷേ എഡിറ്ററുകളുണ്ടാക്കി. കുഴപ്പം എൻ്റേതാണ്, ഞാനാണല്ലോ ഉത്തരവാദി. അതെ. ഈ വാരികയിലല്ലാതെ പുസ്തകമായിട്ട് വാരികയിൽ വരുന്നതിന് മുമ്പ് തന്നെ എഴുതി തുടങ്ങിയിരുന്നു? ഇല്ല, വാരികയിൽ വന്ന കഥകൾ മാത്രമേ പുസ്തകമാക്കിയിട്ടുള്ളൂ. ശരി. ഇതുവരെ അങ്ങനെ തന്നെയാണോ? ഇതുവരെ അങ്ങനെയാണ്. ഈ ഇടയ്ക്ക് പിന്നെ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം വീക്കിലികളില്ല. അപ്പോൾ അത് മനോരമ ഒഴിച്ച് ബാക്കിയെല്ലാം നിന്നു. പുസ്തകത്തിനൊരു മാർക്കറ്റുണ്ട്, അതിനൊരു നിശ്ചിത കോപ്പിയേ ഉള്ളൂ. അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ പുസ്തകമായിട്ട് തന്നെ എഴുതും. ഇപ്പം CCC ഉണ്ട്, തൃശ്ശൂരുണ്ട്, SPCC ഉണ്ട്, NBS ഉണ്ട്, കറണ്ട് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും നോവലില്ല. അപ്പം നോവലിസ്റ്റുകളുടെ ഒരു അഭാവം ഈ രംഗത്ത് ഉണ്ട്, വളരെ ശക്തമായിട്ട്. എഴുത്തുകാരെല്ലാം പയ്യെ പണി നിർത്തിയോ? യഥാർത്ഥത്തിൽ ഞങ്ങൾ നിർത്തിപ്പോയി. ഞങ്ങൾക്ക് ലാഭം വീക്കിലിയിൽ എഴുതുക. പുസ്തകത്തിൻ്റെ ഒരു റവന്യൂ വരിക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒത്തിരി കാലം പിടിക്കും. പിന്നെ ഇതിൻ്റെ ഒരു കണക്കൊന്നും കൃത്യമായിട്ട് ആയിരിക്കണമെന്നില്ല അവർ പറയുന്ന കണക്ക്. പിന്നെ വലിയ കമ്പനികളുണ്ടല്ലോ, ഇപ്പോൾ
SPSISO, മാതൃഭൂമിയും മനോരമ പോലെയുള്ള കമ്പനികൾ അവർക്ക് ഇത് കുറച്ച് കാണിച്ചോ ഒരു എഴുത്തുകാരന് ചെറിയ പ്രതിഫലം എടുത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അവരത് ചെയ്യില്ല. അത് പക്ഷെ എന്നാലും പ്രതിഫലം കിട്ടാൻ കുറേ സമയമെടുക്കും അല്ലേ? അത് ഒരു വർഷമൊക്കെ കഴിയേണ്ടി വരും. 1 വർഷമോ 1.5 വർഷമോ കഴിയേണ്ടി വരും. ഈ വാരികകളിൽ കോവിഡിന് ശേഷം ഏതാണ്ട് നിന്നുപോയി. നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന പ്രധാന വാരികളെല്ലാം നിന്നു, സോഴ്സുകളെല്ലാം പോയി. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ നമ്മുടെ ജീവിതം ഒരു പ്രതിസന്ധിയിലാവില്ലേ? അപ്പോൾ നമ്മൾ വേറെ എന്താ, ഇപ്പം നമുക്ക് ഓൺലൈൻ ഇതുണ്ട്, ഓഡിയോ ബുക്സ് ഉണ്ട്, അതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എങ്ങനെ ഇപ്പം മുമ്പോട്ട് പോകുന്ന കാര്യങ്ങൾ? വേറെ നമ്മൾ സീരിയലിന് എഴുതുന്നുണ്ട്, വേറെ സ്ക്രിപ്റ്റുകൾ, OTT സ്റ്റോറീസ് എഴുതുന്നുണ്ട്. ഇപ്പോഴും എൻഗേജ്ഡ് ആണ് എഴുത്തിന്റെ ലോകത്ത് തന്നെ? എഴുത്തിന്റെ ലോകത്ത് തന്നെ. താങ്കളുടെ ഈ നോവലുകൾക്ക് കഥകൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ നാട്ടിൽ സംഭവിച്ച വിഷയങ്ങൾ, സംഭവങ്ങൾ, വാർത്തകൾ, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടായിരുന്ന കഥാപാത്രങ്ങൾ, ഇവരെ ഏതെങ്കിലും അവലംബമാക്കിയിട്ടുണ്ടോ? നമ്മുടെ പരിസരത്തിനും ചുറ്റുപാടും പത്രത്തിൽ കണ്ടതും കേട്ടതുമായിട്ടുള്ള കഥാപാത്രം, അങ്ങനെയൊക്കെയാണല്ലോ നമ്മളൊരു ക്രൈം, ഒരു ബലമുള്ള പേരുകൾ, ഒരു പഞ്ചുള്ള പേരുകളൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു തുറമുഖം എന്ന് പറഞ്ഞ നോവലിനകത്ത് ഞാനൊരു അസീസ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ, അസീസ് ദുബായിൽ നിന്ന് ഇവിടേക്ക് കച്ചവടം, കള്ളക്കടത്തൊക്കെ ചെയ്യുന്ന, അത് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ കള്ളുപിടിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ അത് വന്നപ്പോൾ എനിക്ക് ദുബായിൽ നിന്നൊക്കെ കത്ത് വന്നിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ ആളാണ്, ഞങ്ങളെ പറ്റി താൻ എന്താ കരുതിയാണ്, നിങ്ങൾ വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ആളുകൾ എല്ലായിടത്തും ഉണ്ട്, അതായത് ഞങ്ങളെക്കുറിച്ചാണ് താങ്കൾ എഴുതിയെന്നുള്ള മട്ടിലാണോ? അതെ, അവരെ പറ്റി ഞാൻ എഴുതി എന്നൊക്കെ പറഞ്ഞ രീതിയിൽ സംസാരിച്ചിട്ട് എന്നെ കൊന്നുകളയുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, ത്രെട്ടണിങ് ആണ്. നമുക്ക് പേടിയല്ലേ, നമുക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ഒരു പറ്റി എവിടെ നിന്ന് ആൾക്കാർ വന്ന് തല്ലിയിട്ട് പോകുന്ന കഥ, അതിനല്ലേ നമ്മൾ കഥ എഴുതുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കൊരു പേടിയുണ്ട്. അപ്പം അങ്ങനെ ഇതിപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് ബോംബെയിൽ, ജോസിനോട് ഞാൻ ചോദിച്ചു, ജോസ് ഇങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ട്. പുള്ളി പറയും ദുബൈയിൽ അങ്ങനെ ഒരാളുണ്ട്, അത് പുള്ളിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ പിറ്റേ ദിവസം ഈ പ്രാവശ്യത്തെ എപ്പിസോഡിൽ ഈ ലക്കത്തിൽ ഈ കഥാപാത്രത്തിൽ പേര് മാറ്റി, രാമു ചാബറിയ എന്ന് പറഞ്ഞ പേരാക്കി. അപ്പോൾ എന്താ ഈ വായനക്കാരോട് എന്ത് പറഞ്ഞു പേര് മാറ്റാൻ കാരണം? വായനക്കാരെന്ന് പറഞ്ഞാൽ അത് പോലീസിൻ്റെ അന്വേഷണത്തിനകത്ത് ഇവൻ അസീസ് അല്ല, രാമു ചാബറിയാണ് എന്ന് പോലീസ് കണ്ടുപിടിച്ചു. തന്ത്രപരമായിട്ട് പേര്. പിന്നെ അതിനെപ്പറ്റി അങ്ങനെ ഒരു ചിന്തയൊന്നും സംസാരം വന്നിട്ട് അങ്ങനെ ഒരു പേരുണ്ടാവാം, എവിടുന്നോ ഞാൻ വായിച്ചിട്ടാണ് ഇത് ഓർമ്മയെന്ന് ഇട്ടത്. അങ്ങനെ വരാം, ഭീഷണിയൊന്നും ഉണ്ടായില്ല. ഈ വായനക്കാരിൽ പൊതുവെ ഈ കുറ്റാന്വേഷണം അല്ലെങ്കിൽ ഇത്തരം നോവലുകളൊക്കെ വായിക്കുന്നത് കൂടുതലും ചെറുപ്പക്കാരും പുരുഷന്മാരുമായിരിക്കും. സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ഈ മറ്റ് നോവലുകൾ, മാത്യു മറ്റത്തിൻ്റെ നോവല് അല്ലെങ്കിൽ ജോയ്സിയുടെ നോവലൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇതിന് സ്ത്രീ വായനക്കാരും ഉണ്ടായിരുന്നോ? നമുക്ക് ഉണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകൾ കൂടുതൽ ഈ ത്രില്ലടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവരാണ്. ഈ ഹൊറർ സിനിമകളൊക്കെ അവരും കാണുന്നവരാണ്. ഇതൊരു ഫാമിലിയിലാണ് ഞാൻ കഥ പറയുന്നത്. അച്ഛനും അമ്മ, സഹോദരൻ സഹോദരി, അവർക്കിടയിലേക്ക് ഒരു ക്രിമിനലോ ക്രൈമോ വന്ന് കയറുന്നു, അങ്ങനെയാണ് അത് പോകുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ എനിക്ക് നല്ല വായനക്കാരുണ്ടായിരുന്നു. അവരൊരു കാണുന്നു. എന്നെ പിൽക്കാലത്ത് ഇപ്പോഴൊക്കെ കണ്ട് പരിചയപ്പെട്ട ആളുകളൊക്കെ പറയും, ഓ ഇതാണോ, നിങ്ങൾ പേര് പറഞ്ഞാൽ ഞങ്ങൾ കൊച്ചിനെ ഉറങ്ങിയിട്ടുള്ളത് കൊണ്ട് അതേ ബാറ്റൻ ബോസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റൻ ബോസ് എന്നുള്ള ഈ ഇമേജ് മനുഷ്യൻ്റെ മനസ്സിലുള്ളത് ഈ പറഞ്ഞ ഒരു, ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു തൊപ്പിയൊക്കെ വെച്ച്, അത് ഓരോ രാജ്യത്തെ ഈ കഥകളാണ്. അപ്പോൾ അവരുള്ള ഇതെങ്ങനെ എഴുതുന്ന ആളൊരു സായിപ്പായിരിക്കണം, ഒരു പൈപ്പൊക്കെ വലിച്ച്. നമ്മളെ നേരിട്ട് കണ്ടപ്പോൾ ഇതാണോ ബാറ്റൻ ബോസ്, ഈ KN ചാക്കോയാണോ ബാറ്റൻ ബോസ് എന്ന് ഞെട്ടി അതിശയിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഉള്ള ഇത് പലരും പറയും, എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ്, നിങ്ങൾ കള്ളം പറയാന്ന് പറഞ്ഞ് വിശ്വസിക്കുക. പിന്നെ നമ്മൾ സുഹൃത്തുക്കളൊക്കെ പറയുമ്പോൾ തന്നെയാണ് അവർ അത് വിശ്വസിക്കുന്നത്. ഈ മീഡിയയിലുള്ളവർ പോലും ചിലപ്പോൾ ഈ ബാറ്റൻ ബോസ് താങ്കളാണ് എന്ന് വിശ്വസിക്കാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതെ, അങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ക്യാമറമാനാണ്. അതെവിടെ വർക്ക് ചെയ്യുമ്പോഴാണ്? അത് ഞാൻ വേഡ് ടു വേഡ് ചാനലാണ്, അത് ട്രിവാൻഡ്രത്തിൽ നിന്ന് നടക്കുന്ന ഗോസ്പൽ ചാനലാണ്. അപ്പം അത് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇത് ബാറ്റൻ ബോസ് ആണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് അങ്ങ് വിശ്വാസം വന്നില്ല. അത് മരിച്ചു പോയില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ബാറ്റൻ ബോസ് എന്നുള്ള പേര് എവിടെയെങ്കിലും നമുക്ക് പിന്നെ വലിയ ഉപദ്രവമായി മാറിയിട്ടുണ്ടോ? ഇല്ല, ഉപദ്രവം ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ കഥകളോ ഒരു സീരിയലൊക്കെ ചെയ്യുമ്പോൾ
കഥ എൻ്റെ സീരിയലാണ് ദുർഗ. അപ്പം ശ്രീവിദ്യയും ഒക്കെ വന്ന് അഭിനയിച്ച് അതേത് ചാനലിലായിരുന്നു? ഏഷ്യാനെറ്റിലാണ്. ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു അത് വന്നത്. യന്ത്ര മീഡിയയിലെ ഒരു സീരിയലിലാണ്. ജയസൂര്യ വരുന്നതിനകത്താണ് ആദ്യത്തെ അഭിനയിക്കുന്നൊക്കെ അതിനകത്ത്. അപ്പോൾ അത് നമ്മൾ നന്നായിപ്പോയ ഒരു സീരിയലാണ്. എന്നിട്ടും കുടുംബ സീരിയൽ വരുമ്പോഴത്തേക്കും ഞാൻ ഈ ഡിറ്റക്റ്റീവ് കഥകളിൽ ബ്രാൻഡ് ചെയ്തു പോയി. അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബകഥ വരുന്ന സമയത്ത് പുള്ളി മറ്റത് എഴുതുന്ന ആളാണ് എന്ന രീതിയിൽ തള്ളിപ്പോകുന്നു. അതാണ് ഈ പേരിൻ്റെ ഒരു കുഴപ്പം. അതായത് കുടുംബകഥകളുടെ ആളല്ല എന്ന് ഒരു തോന്നൽ ആളുകളുടെ മനസ്സിലുണ്ട്. ഡിറ്റക്റ്റീവ് ഒരു ചെറിയൊരു ത്രില്ല് സസ്പെൻസ് ഒക്കെയുള്ള കഥകളാണ്. ഡിറ്റക്റ്റീവ് ഒന്നും സീരിയൽ നമുക്കിവിടെ കേരളത്തിലേക്ക് വളരെ കുറച്ചോ വന്നിട്ടുള്ളൂ. വന്നാലും വലിയ എപ്പിസോഡുകൾ കൂടുതൽ പോയിട്ടില്ല. ഇപ്പം വിദേശത്തിലെ OTTക്ക് ഉള്ള ഈ ത്രില്ലർ പരമ്പരകൾ വളരെ സക്സസ് ആണ്. ഇവിടെ വരുന്നത് അങ്ങനെ വിജയിക്കാത്തതിൻ്റെ കാര്യം അതിൻ്റെ ഒരു വിശ്വാസ്യത കുറവുകൊണ്ടാണോ? അതിൻ്റെ വലിയൊരു ബഡ്ജറ്റ് അതിനകത്ത്. ഇത് നന്നായി വിഷ്വലൈസ് ചെയ്ത് വൃത്തിയായിട്ട് എടുക്കണമെങ്കിൽ ഒരു വലിയ ബഡ്ജറ്റ് വേണ്ടി വരും. മറ്റാണെങ്കിൽ ഒരു വീടിൻ്റെ മുറിക്കകത്ത് ബെഡ്റൂമിലും ഡൈനിങ് റൂമിലും ഒക്കെ ആയിട്ട് കുടുംബകഥ പറഞ്ഞു തീർക്കാം. അതെ അതെ. അതിനകത്ത് കുറച്ച് ആക്ഷൻ വരും, കുറച്ച് തോക്ക്, വെടി, പോലീസ്, പട്ടാളം, ഇതൊക്കെ വരുമല്ലോ. ഒരു വീട് തന്നെ 3 വീടായിട്ടൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത് എടുക്കാമല്ലോ. അപ്പോൾ ഒത്തിരി ചിലവ് കുറയ്ക്കാൻ പറ്റും. അത് പക്ഷേ മറ്റത് പറ്റില്ല. അതാണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇങ്ങനെ തിരക്കായി കഴിയുമ്പോൾ അല്ലെങ്കിൽ നോവലുകൾ കണ്ടമാനം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ നാട്ടിലെ ചില നോവലിസ്റ്റുകളൊക്കെ പല പേരിൽ എഴുതിയിരുന്നു. ഈ ബാറ്റൺ ബോസ് എന്നല്ലാത്ത പേരിൽ എഴുതിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. എൻ്റെ മോൻ്റെ പേരിൽ എഴുതിയിട്ടുണ്ട് K. മോസസ്. ശരി. പിന്നെ വൈഫിൻ്റെ പേരിൽ എഴുതിയിട്ടുണ്ട് എൽസ ജേക്കബ്. K. മോസസ് എന്നുള്ള പേരിലൊക്കെ ഉള്ളത് കുറച്ച് പ്രശസ്തമായിട്ടുള്ളതാണ്. പ്രശസ്തമാണ്, പ്രശസ്തമാണ്. അത് അത് മുഴുവൻ വന്നിരിക്കുന്ന മനോരമയില. ശരി. മനോരമ വന്നതൊക്കെ മോസസിന്റെ പേരിലാണോ? അല്ല, ബാറ്റൺ ബോസ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു നോവൽ തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ സർക്കുലേഷൻ ഡള്ളായി തോന്നുന്നു. 20,000 കോപ്പിയെടുത്തോളം കുറയാൻ തുടങ്ങിയിരുന്നു. അതായത് എഡിറ്റർ മോഹനാണ് പറഞ്ഞു, സ്ഥിതി മോശമാണ്, പെട്ടെന്ന് നമുക്കൊരു നോവൽ വേണമെന്ന് പറയും, വേറൊരു പേരിൽ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിന് ഈ പേര് മാറ്റുന്നേ? ഇതേ പേര് തന്നെ എഴുതുന്നല്ലേ നല്ലത്? എന്തോ അതിനു മുമ്പ് 2 നോവൽ എൻ്റെ ഒന്നിച്ച് ഒരേ പേരിൽ വന്നു. അല്ലെങ്കിൽ വേറെ ആർക്ക് അവസരം കൊടുക്കുന്നില്ലെന്നൊക്കെ ഒരു തോന്നൽ വരും. പുറത്തെ എഴുത്തുകാർക്ക് അങ്ങനെ തോന്നും. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സ്പോർട്സ് താരങ്ങളുടെ അവരുടെ ഈ പരിശീലകർ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും, ഈ സമരമൊക്കെ ഉണ്ടായി, പട്ടിയാല ക്യാമ്പിലൊക്കെ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ന്യൂസൊക്കെ ഉണ്ടായിരുന്ന സമയം. ആ സമയത്ത് ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ രാത്രിയുടെ രാജാക്കന്മാർ എന്ന് പറയുന്നത്. അത് ഡിറ്റക്റ്റീവ് ആണോ? അല്ല, അതിനകത്ത് ഡിറ്റക്റ്റീവ് അമർ എന്ന് പറഞ്ഞ വേറൊരു ഹീറോയാണ്. കുറ്റാന്വേഷണം തന്നെയാണ് കഥ. അതെ, ബേസിക് അത് തന്നെയാണ്. പക്ഷേ ഇവൻ ഒരു സ്വതന്ത്ര ഹീറോയെ, അവനോട് എതിരിട്ട് അവനെ ഇല്ലാതാക്കിയ ആളുകൾ തിരിച്ചടിക്കുന്ന. അതോടുകൂടി മോസസ് എന്ന പേര് ഹിറ്റായി. പിന്നെ ഹവ ബീച്ച് അങ്ങനെയാണ് വന്നത്. കുറേ നോവലുകൾ അങ്ങനെ. ഏറ്റവും ഹിറ്റായ നോവലുകൾ ഏതൊക്കെയാണ്? പേരുകൾ പറഞ്ഞാൽ ഈ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത്, അതായത് ഒരു 90കളിലാണല്ലോ ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും സർക്കുലേഷനിലേക്കൊക്കെ ഈ വാരികകൾ മാറുന്നത് അല്ലേ? അതെ. ആ സമയത്ത് ഏറ്റവും ഹിറ്റായ നോവലുകൾ ഏതൊക്കെയായിരുന്നു? മംഗളത്തിൽ വന്ന നോവലുകൾ വാറണ്ട്, ചോരയ്ക്കുന്ന ചുവപ്പ്, തുറമുഖം, പിന്നെ മനോരമയിൽ വന്നത് റേഞ്ചർ, ഈ രാത്രിയുടെ രാജാക്കന്മാർ, ഹവ ബീച്ച്, കുറേ നോവലുകളുണ്ട്. ഇതിനോടൊക്കെ എത്ര നോവൽ എഴുതിയിട്ടുണ്ടാവും? ഒരു 200 അടുത്തോളം ഉണ്ട്. ശരാശരി എത്ര ലക്കങ്ങളുണ്ടാവും? ഒരു ആവറേജ് 50, അതിൽ കൂടുതൽ 50 അധ്യായങ്ങളുള്ള. അതെ അതെ, ഏതാണ്ട് 200 നോവലുകൾ അല്ലേ? അത് 30 ആണ് ഞാൻ ആദ്യകാലത്ത് എഴുതുന്നതിൽ. 30 അധ്യായമായിരുന്നു ഉണ്ടായിരുന്നു. ഈ ഒരു ദിവസം എത്ര സമയം എഴുത്തിന് വേണ്ടി ചെലവഴിക്കും അന്നൊക്കെ? ഞാനിന്ന് രാവിലെ ഇരുന്ന് ഒരു അധ്യായം എഴുതിയിട്ട് മനോരമത്തിൽ ജോലിക്ക് പോകും. ശരി. തിരിച്ചു വന്നിട്ട് ഈവനിങ് ക്ലാസ്സിന് പോകും പാരൽ കോളേജിൽ. അവിടെ നിന്ന് തിരിച്ചു വന്ന് രാത്രി വന്നിട്ട് ഒരു അധ്യായം എഴുതും. എന്നാലും ജോയിസൊക്കെ എൻ്റെ കൂടെ താമസിക്കണ്ടേ, ഞങ്ങളൊന്നിച്ച്. അപ്പോൾ അവിടെ ഇത്രയും നമ്മുടെ ജോലി കഴിഞ്ഞാലും പിറ്റേ ദിവസം രാവിലെ പത്രമല്ലേ, ഇത് റൊട്ടീനാണല്ലോ. അപ്പോൾ അതിനിടയ്ക്കാണ് ഇത് എഴുതുന്നത്. ജോലിക്ക് പോകണം, മനോരാജ്യത്തിൽ ജോലി ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് രാവിലെയും വൈകിട്ടും ഓരോ അധ്യായം എഴുതും. വിവാഹമൊക്കെ കഴിച്ച് പിന്നെ ഈ ഈ എഴുത്തുകാരുടെ ഒരു ഗുഹയിൽ നിന്ന് പിന്നെ തനിച്ച് താമസമാകുന്ന എപ്പോഴാണ്? വിവാഹത്തിന് മുമ്പ് തന്നെ ഞാൻ ആർപ്പക്കര ഈ സ്ഥലം വാങ്ങിച്ചു.
കോട്ടയത്ത് ആർപ്പക്കര മെഡിക്കൽ കോളേജിനടുത്ത് മെഡിക്കോളേജിനടുത്ത് സ്ഥലമൊക്കെ വാങ്ങി. അതിന് ശേഷം അത് ഈ എഴുത്തിലൂടെ തന്നെ കിട്ടിയ പൈസയാണ് അല്ലേ? അപ്പം അതിന് ശേഷം കഴിച്ചു അവിടെ ആണ്. ഈ ഇത്രയും നോവലുകൾ എഴുതുമ്പോൾ ഈ ചിലതൊക്കെ വിദേശത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടാണല്ലോ ആദ്യകാലത്ത് എഴുതിയിരുന്നത് അല്ലേ? അപ്പോൾ ഈ വിദേശത്തെ സ്ഥലങ്ങളുടെ പേര്, വ്യക്തികളുടെ പേര്, അങ്ങനെയുള്ള അല്ലെങ്കിൽ അവിടുത്തെ ചില സാഹചര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അന്ന് ഇന്നത്തെ പോലെ ടെലിവിഷനോ ഇൻ്റർനെറ്റോ ഒന്നും ഇല്ലാത്തൊരു കാലമല്ലേ? അതെ, ഒന്നുമില്ല. പത്രം പോലും ഇല്ല. എനിക്കൊന്ന് അടിമാലി പത്രം, ഞാൻ എപ്പോഴും എന്തായാലും നമ്മൾ പച്ചക്കറി മേടിക്കണോ അങ്ങനെയൊക്കെ ഉള്ള പേപ്പറാണ് വായിച്ചിരുന്നത്, അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് വായിക്കും. അപ്പോൾ ഈ സ്ഥലങ്ങളുടെയൊക്കെ പേരെങ്ങനെ? സ്ഥലങ്ങളുടെ പേര് മാത്രമല്ല, ഈ ആളുകളുടെ പേര്. വിദേശത്തുള്ളവർക്ക് 10 ദിവസം പേരിടാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ പോയിട്ട് മറ്റു ഭാഷയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ പേരുകളൊക്കെ കുറിച്ചെടുത്തൊക്കെ ചെയ്തുകൊണ്ട്, ഈ സ്ഥലം നോക്കിയെടുക്കാൻ വലിയ പ്രശ്നം. ഈ എസ്കേ പറ്റുകാരനിലെ ഈ ഇതിനകത്ത് കുറ്റാന്വേഷണം ലണ്ടനിലായതുകൊണ്ട് ലണ്ടൻ നോട്ട്ബുക്കും അതിനോടനുബന്ധിച്ച് ഉള്ള ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഒത്തിരി സഹായിച്ചു അല്ലേ? ഒറ്റക്കാട് സഹായിച്ചു. ഇന്നാണെങ്കിൽ സന്തോഷ് ജോർജ് ഉള്ളവരെ ഉള്ളതുണ്ടെങ്കിൽ എത്ര കാര്യങ്ങളുണ്ട്, ചുമ്മാ നമുക്ക് നോക്കി. പിന്നെ മാത്രം ഇന്ന് ഇൻ്റർനെറ്റൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും നമുക്കൊരു സ്ഥലം നോക്കിയെടുക്കാനും ഒരു വെപ്പൺ നോക്കിയെടുക്കാനും ഒരാളുടെ പേര് നോക്കാനും ഒരു വിഷമമല്ല. ഇതെല്ലാം വളരെ എളുപ്പമാണ്. അന്ന് ഒരു രക്ഷയില്ല. പക്ഷെ അങ്ങനെ ഒരു കാലം വന്നപ്പോഴത്തേക്കും ഈ നോവലിന്റെ ഒരു മാർക്കറ്റ് അങ്ങ് പോയി. അത് മുഴുവൻ പോയോ എന്ന് അറിയാൻ പറ്റില്ല. ഈ നോവലുകൾ കാരി ചെയ്തിരുന്ന വാരികളെല്ലാം നിന്ന് പോയില്ലേ? അതല്ലേ ഒരു തിരിച്ചു വരാനൊരു ശ്രമം നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. തിരിച്ചു വരുന്നാണോ പ്രതീക്ഷ? അത് വിദേശത്തൊക്കെ ആണെങ്കിലും തിരിച്ചു വരണമല്ലോ, പുസ്തകങ്ങളെല്ലാം വരുന്നുണ്ട്. ജനപ്രിയ വാരികകളിൽ നോവലുകൾ എഴുതിയിരുന്ന മിക്കവരും പിന്നീട് അവരുടെ കഥകളുമായിട്ട് സിനിമയിലേക്ക് അല്ലെ സീരിയലിലേക്കൊക്കെ കയറാൻ പറ്റിയിട്ടുണ്ട്. താങ്കളുടെ നോവലുകൾ സിനിമയായതുണ്ടോ, അല്ലെങ്കിൽ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? നോവൽ എൻ്റെ ആദ്യത്തെ ഒരു മനോരയത്തിൽ വന്ന നോവലാണ് ബ്ലാക്ക് ബെൽറ്റ്. ബ്ലാക്ക് ബെൽറ്റ് പിന്നെ ശാന്തംഭീകരം എന്ന് പറഞ്ഞ പേരിൽ സിനിമയൊക്കെ രാജസേനൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു, സീമ, ശങ്കർ, ഇത്. അപ്പം അങ്ങനെയുള്ള അന്നത്തെ കഥപ്പെട്ട രതീഷ് ഒക്കെ ഉള്ള വലിയ കാസ്റ്റിംഗ് ആയിരുന്നു. 8 കഥകൾ നമ്മൾ സിനിമയ്ക്ക് കേട്ടിട്ടുണ്ട്. 8, 1, 9 സിനിമകളുണ്ട്. സിനിമയ്ക്ക് കഥയുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നോവൽ കഥകളും ഉപകഥകളും ഒക്കെ ഉണ്ടെങ്കിൽ നീണ്ടു പരന്ന് കിടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സിനിമയ്ക്ക് ഒരു കുഞ്ഞ് കണ്ടന്റ് മതി സിനിമയാക്കാൻ വേണ്ടി. 2 മണിക്കൂറുള്ളൊരു സംഗതി മതിയല്ലോ. ഏറ്റവും അവസാനം എഴുതിയതാ സിനിമയ്ക്ക് വേണ്ടി? സിനിമയ്ക്ക് ത്രില്ല്, ബ്രഹ്മാസ്ത്രം, കളിയോടം എന്നൊക്കെ പറയും. കളിയോടമാണ് അവസാനം ഇറങ്ങിയത്. ഇപ്പോൾ 2 OTT കഥകളും ഡിസ്കഷനിലിരിക്കുന്നു. എഴുത്തുകാരൻ എന്ന നിലയിൽ യാത്രകൾ ചെയ്യാറുണ്ടായിരുന്നോ? യാത്ര ചെയ്യാറുണ്ടായിരുന്നു. പല നമുക്ക് അനുഭവങ്ങളും എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നത് ഒരു യാത്രയിടയിൽ ചില ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ മുംബൈയിൽ പോയത്. മുംബൈയിൽ യാത്രകളുണ്ടായ ദുരന്തമാണോ? അപ്പം അങ്ങനെ പോയത് എന്താ വെച്ചാൽ എൻ്റെ മിക്കവാറും ഈ വില്ലന്മാരൊക്കെ വരുന്നത് ബോംബെ നിന്നാണെന്നാണല്ലോ പറയുന്നത്. അധോലോകം അവിടെയാണെന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ജോസ് ഉണ്ട്, പുള്ളി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ ബോംബെ പോയി അദ്ദേഹം എന്നെ കുറേ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരുന്നു. അപ്പം കാണിച്ചു തന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ മനോരമയിൽ നിന്ന് വിളിച്ചു. അത് നമ്മൾ രാത്രിയുടെ രായക്കന്മാർ നോവല് വന്നുകൊണ്ടിരിക്കുക. നോവൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിനകത്ത് കുറേ വായനക്കാർ ഒക്കെ കൂടി ഈ എതിരഭിപ്രായങ്ങളൊക്കെ പറയുന്നു. ഇത് സ്പോർട്സുകാരുടെ കഥയാണ് പറഞ്ഞത്. അപ്പം സ്പോർട്സുകാരെ അവഹേളിക്കുന്നു എന്നൊക്കെ. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇത് അതിനൊക്കെ മോശമായിട്ടൊക്കെ റിയൽ നടന്നതെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷെ അത് ഞാൻ വിവാദമായി. അപ്പൊ അത് വെച്ചാൽ അവർ മാറ്റിയ ഞാൻ വരണമല്ലോ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എന്നാ പിന്നെ അടുത്ത ഫ്ലൈറ്റിന് പോരെ എന്ന് പോകാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞു ഈ ഫ്ലൈറ്റിൽ കയറി പരിചയമില്ലാത്ത കാരണമുണ്ട്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ആൾക്കാർ വേറെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ ട്രെയിനിന് പോയിക്കൊള്ളാമെന്ന്. പേടിയായിരുന്നോ ശരിക്കും ഫ്ലൈറ്റിൽ കയറാൻ? പേടിയായിരുന്നു. 30 വർഷം മുമ്പാ. അപ്പൊ ഇത്രയും ത്രില്ലിംഗ് കഥകളൊക്കെ എഴുതുന്നയാൾക്ക് ഫ്ലൈറ്റ് കയറാൻ പേടിയാണെന്നുള്ളത് മനുഷ്യന് വിശ്വാസം വരികയില്ല. അത് മനുഷ്യന് വിശ്വാസം വരില്ല, നമുക്കറിയാം. അപ്പം അങ്ങനെ ട്രെയിനിന് പോന്നു. പിന്നെ ട്രെയിനിന് പോന്നു. അപ്പം ഇടയ്ക്ക് എന്നപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ആ ഫ്ലൈറ്റ് ക്രാഷ് ആയിപ്പോയി. നമ്മൾ യാത്ര ചെയ്യുന്ന വിമാനമാണ് താഴെ പോയത്. അതെ അതെ അതെ. ശരി. അപ്പോൾ സത്യത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. അതെ അതെ, രക്ഷപ്പെടുകയായിരുന്നു. അതങ്ങനെ കയറിയായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുകയില്ല.
പിന്നെ ഞാൻ മുംബൈയിൽ ഗോവയിൽ കഥ എഴുതാൻ പോകുന്ന സമയത്തൊക്കെ കാസിനോയിലായിരുന്നു എൻ്റെ കഥ നടക്കുന്നത്. അപ്പോൾ അത് കാസിനോയിൽ മുംബൈ അവിടെ മണ്ഡോവി നദിയിൽ കാസിനോയിൽ പോയി അവിടെ പോയിട്ടാണ് അത് എഴുതുന്നത്. അതെ, പോയി ഗെയിം കളിക്കുകയൊക്കെ ചെയ്തു. വന്നിട്ട് തിരിച്ച് ഞാൻ ഫ്ലൈറ്റിനാണ് വന്നത്. അന്നേരം തോന്നിയില്ല, അന്നേരത്തെ കുറച്ചുകൂടെ മച്ചുറായി, കുറച്ചുകൂടെ ധൈര്യമൊക്കെ ആയി. മക്കൾക്ക് ഈ എഴുത്തിനോട് വല്ല താല്പര്യമുണ്ടോ? മോസസിന്റെ പേരിൽ നമ്മൾ പുസ്തകം എഴുതിയെങ്കിൽ പോലും മോസസ് ഒരു നല്ല എഴുത്തുകാരനാണ്. മോസസിന്റെ രീതിയിൽ കുറച്ചുകൂടെ ഒരു ഇന്റലക്ച്വൽ ആണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇപ്പോൾ? അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക് സ്പെഷ്യൽ ആണ് ചെയ്തത്. ഗ്രാഫിക്സിൽ റോട്ടോയാണ് ചെയ്തത്. അവർ സ്പൈഡർമാൻ 3, ആലീസ് ഇൻ വണ്ടർലാൻഡ് തുടങ്ങിയ മെൻ ഇൻ ബ്ലാക്കിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. സോണി പിക്ചേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്തോണ്ടിരുന്നത്. എത്ര മക്കളാണ്? 3 പേരാണ്, മോസസ്, പീറ്റർ, എലിസബത്ത്. എലിസബത്ത് കാനഡയിലാണ്. ഭാര്യ എന്ത് ചെയ്യുന്നു? ഭാര്യ ഖാദിയിലായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ ഖാദിയിലെ ജോലി വേണ്ടെന്ന് വെച്ചു. പല എഴുത്തുകാരും ഇടക്കാലത്ത് ചെയ്തൊരു കാര്യം സ്വന്തമായി പബ്ലിഷിംഗ് ആരംഭിക്കുക എന്നുള്ളതാണ്. ബുക്ക് അല്ലെങ്കിൽ വാരിക എന്നൊക്കെ രീതിയിൽ ഈ സ്വന്തം പബ്ലിഷിങ്ങിലേക്ക് എപ്പോഴെങ്കിലും കൈവച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യം സ്വന്തം പബ്ലിഷിക്കാൻ തുടങ്ങിയിരുന്നു. ശരി. അടിമാലിൽ വെച്ച് എനിക്കൊരു പബ്ലിഷിംഗ് കമ്പനി ഉണ്ടായിരുന്നു. ആ പുസ്തകം ചെറിയ നോവൽ അടിക്കുക എന്നുള്ളൂ. അത് പിന്നെ അത് നഷ്ടമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിലൊരു ബാക്കിയൊന്നും വന്നില്ല. പക്ഷെ ആ 1 രൂപയുടെ പുസ്തകം അടിക്കുന്ന നേരം കൊണ്ട് അത് ഒരു 100 രൂപയുടെ അല്ലെ 50 രൂപയുടെ വലിയ പുസ്തകമായിരുന്നെങ്കിൽ അത് ഇപ്പോഴും വിൽക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. മറ്റേത് പെട്ടെന്ന് ഒറ്റ യൂസ് ആൻഡ് ത്രോ ആണല്ലോ. ചെറിയ പുസ്തകങ്ങളാണ്. 36 പേജ്, ഒരു ഡബിൾ ഡമ്മി മടക്കി, അത്രേ ഉള്ളൂ. അന്നത്തെ പുസ്തകങ്ങൾ അത്രേ ഉള്ളായിരുന്നുള്ളൂ. എഴുത്തുകാരൊന്നും, പ്രത്യേകിച്ച് ഞാനൊന്നും ഒരു കച്ചവടക്കാരനല്ല. അപ്പം അതുകൊണ്ട് ഈ കച്ചവടത്തിൽ ഒരു വിജയം ഉണ്ടാവാൻ സാധ്യത തീരെ കുറവാണ്. തിരിച്ചറിഞ്ഞു. അതെ, അത് അറിയാം. ഇപ്പൊ ശരിക്കും ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്? സീരിയലുകൾക്ക് എഴുതുന്നുണ്ട്. ഇപ്പൊ കൂടുതലും ചെയ്യുന്നത് സീരിയലുകൾക്ക് വേണ്ടിയിട്ടാണോ? സീരിയലുണ്ട്, പുസ്തകം എഴുതുന്നുണ്ട്. ഓക്കെ. എഴുത്തിൻ്റെ ഒരു ലോകം അല്ലെങ്കിൽ വായനയുടെ ഒരു ലോകം അല്ലെങ്കിൽ വാരികകൾ പഴയതുപോലെ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഏതായാലും ആ പ്രതീക്ഷ സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീണ്ടും ബാറ്റൺ ബോസ് പുതിയ തലമുറകളെയും ആവേശം കൊള്ളിക്കുന്ന എഴുത്തുകാരനായി തുടരട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു.